ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് ലെവൽ 11 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ റിലേഷൻഷിപ്പ് റീഡിങ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, ആ ഒരു പേഴ്സൺ ഇപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതിനുള്ള റീസൺ എന്താണ് എന്നൊക്കെയാണ്. സോ ഇതൊരു ജനറലായിട്ട് നോക്കുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് മൈൻഡിൽ തിങ്ക് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ, എയ്റ്റ് ഓഫ് സോർഡ്സ്, സ്റ്റാർ കാർഡ്, ഹെർമിറ്റ് കാർഡ്, നയൻ ഓഫ് പെൻറ്റക്കിൾസ്, ഫൈവ് ഓഫ് കപ്സ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, നയൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെൻറ്റക്കിൾസ്, ഡബിൾ കാർഡ്, ടെമ്പറൻസ്. ബോട്ടം ഓഫ് ദ ഡെക്ക് സിക്സ് ഓഫ് കപ്സ് ആണ്. സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഒരു മെൻ്റലി ട്രാപ്പായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് സൈലൻറ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റീസൺസ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ സ്വയം ഒരു കാര്യത്തെ തന്നെ ഓവർ തിങ്ക് ചെയ്ത്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള എന്തൊക്കെയോ ഭയം, അതൊക്കെയാണ് അയാളെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത്. ആ ഒരു വ്യക്തിക്ക് അതെല്ലാം ഓവർകം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ ഒരു വ്യക്തി അതിന് ശ്രമിക്കുന്നില്ല. പകരം ഈ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ സൊസൈറ്റി ആയിക്കോട്ടെ, ഫാമിലി പ്രഷർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓവർ തിങ്കിങ്, അങ്ങനെ പല പല റീസൺസും ഉണ്ട്. ആ ഒരു വ്യക്തി അവിടെ സെൽഫ് ലിമിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ എനർജി വന്നിട്ടുണ്ട്. അതായത് ഇത്രയും ഡാർക്കായ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും ചെറിയൊരു ഹോപ്പ് കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തി അതിൽ നിന്നും ഹീലായി മുന്നോട്ട് വരും, അല്ലെങ്കിൽ വരണം എന്നുള്ളതാണ്. ആൻഡ് ഹെർമിറ്റ് വന്നിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇനിയും റിയലൈസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടലിൽ ആ ഒരു വ്യക്തി അതൊക്കെ മനസ്സിലാക്കുകയും ഈ പറഞ്ഞ ആ ഒരു ഹീലിംഗ് അത് തന്നെയാണ്. ആ ഒരു വ്യക്തി ആ ഒരു ടൈം എടുത്ത്, ആ ഒരു സ്പേസ് എടുത്ത് ഹീലായി കുറച്ചുകൂടെ സ്ട്രോങ് ആയി വരും എന്നുള്ളതാണ്. നെക്സ്റ്റ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആകണം, സ്ട്രോങ് ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത് ആ ഒരു വ്യക്തിയെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ഫൈവ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കറൻ്റ് ഉള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നിരാശയാണ്. അപ്പോൾ എന്തൊക്കെയോ നഷ്ടപ്പെട്ട് പോയതിനെ കുറിച്ചാണ് ആ ഒരു വ്യക്തി ഇപ്പോഴും ഓർത്ത് വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റെഗ്രറ്റായി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി വേറെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലാണ്ട് ഇരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഇപ്പോഴും പാസ്റ്റിൽ സ്റ്റക്കായി നിൽക്കുകയാണ്, ഇപ്പോഴും മൂവ് ഓൺ ആയിട്ടില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു വ്യക്തിയെ തേടി ഒരുപാട് അവസരങ്ങൾ വരും. യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയെ ബ്ലെസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വീണ്ടും എല്ലാം പഴയതുപോലെ റീബിൽഡ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. കരിയർ റിലേറ്റഡ് ആയാലും, ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസായാലും എല്ലാം ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ ആ ഒരു വ്യക്തിക്ക് തുടങ്ങാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് നയൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ചിന്തകളാണ് പ്രശ്നം. ആ ഒരു വ്യക്തി ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. രാത്രി ചിലപ്പോൾ ഉറക്കം ഉണ്ടാകത്തില്ല, നല്ല രീതിയിൽ ആങ്സൈറ്റി ഉണ്ട്, കുറേ ഫിയേഴ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി ഭയക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു വ്യക്തിയുടെ ചിന്തകളും പിന്നെ ഈ പറഞ്ഞ പുറമേ നിന്നുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, ഫാമിലി മാറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിക്കോട്ടെ, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ആ ഒരു വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നത്.
അപ്പോൾ സെൽഫ് ഡൗട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ സക്സസ്സിൽ നിന്നും ഇതാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ റീസൺ അത് തന്നെയാണ്. ഇതൊക്കെ ആ ഒരു വ്യക്തി ഓവർകം ചെയ്തേ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് 2 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതെന്ന് പറയുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഒരു പേഴ്സൺ എന്ന് പറയുമ്പം ഒരു ജഗ്ലിംഗ് പോലെ എല്ലാം ഇങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്ന രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു വ്യക്തിക്ക് അതൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. ഓക്കെ, രണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും പാടുപെട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ഒരു ഉറച്ചൊരു ഡിസിഷനിലേക്ക് ആ ഒരു വ്യക്തിക്ക് എത്താൻ പറ്റണില്ല. ആൻഡ് നെക്സ്റ്റ് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആ ഒരു വ്യക്തിക്ക് ചുറ്റിനുമുണ്ട്. ആ ഒരു വ്യക്തിക്ക് ചുറ്റിനായിട്ട് മേ ബി ടോക്സിക് ആയിട്ടുള്ള പീപ്പിളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീലങ്ങളായിരിക്കാം, എന്തോ ഒരു ഇതിൽ ആ ഒരു വ്യക്തി ട്രാപ്പായിരിക്കുകയാണ്. അതാണ് മെയിൻ റീസൺ. നമ്മൾ ഈ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു വ്യക്തിയുടെ മെൻ്റലി ആ ഒരു വ്യക്തി ഡൗൺ ആയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഈ ഒരു ഡെവിൾ കാർഡ് നമുക്ക് തരുന്ന ആ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു വ്യക്തി വേണം റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളായിക്കോട്ടെ, അതിന് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാണ്ട് ഈ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ അതാണ് അവിടുത്തെ മെയിൻ റീസൺ. ആ ഒരു നെഗറ്റീവ് എനർജിക്ക് അടിമയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ, ഭയം, ഇതെല്ലാം ഉള്ളത് ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ക്ഷമ വേണം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു വ്യക്തി പഠിക്കണം. ഈ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴും പാസ്റ്റിൽ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കുന്നത് നല്ലതല്ല. പാസ്റ്റാണ്, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് മൂവ് ഓൺ ചെയ്ത് പോകണം. പക്ഷേ ആ ഒരു വ്യക്തി അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു വ്യക്തി പഴയതിൽ നിന്നൊക്കെ ഹീലായി പുതിയൊരു ലൈഫ് ബിൽഡ് ചെയ്ത് എടുക്കണം എന്നുള്ളൊരു മെസ്സേജാണ് നമുക്ക് ഫൈനലി വന്നിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെയാണ്. ആ ഒരു എത്തരത്തിലുള്ള ഒരു ലൈഫാണോ ഒരു വ്യക്തിക്ക് വേണ്ടത്, ആ ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തി ആണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 6 ഓഫ് കപ്സ് ആണ്. അതായത് ആ ഒരു മെമ്മറീസിൻ്റെയും നൊസ്റ്റാൾജിയുടെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു വ്യക്തി ഈ പാസ്റ്റിലെ ഹേർട്ട്ഫുള്ളായിട്ടുള്ള, അതായത് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർക്കാണ്ട് മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. ആൻഡ് ഇപ്പോഴത്തെ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഫ്യൂച്ചർ, അദ്ദേഹത്തിന് നല്ല ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു യൂണിവേഴ്സ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹോപ്പ് ഉണ്ട്. സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ലൈഫ് ഉണ്ട്. പക്ഷേ ഈ പാസ്റ്റിൽ തന്നെ ഇപ്പോഴും ഇതായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, ആ ഒരു ട്രാപ്പായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് മാത്രമേ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റത്തുള്ളൂ, പുറത്ത് വന്നേ പറ്റൂ. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഓവറോൾ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.